ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അടുക്കളയൊക്കെ കണ്ടല്ലേ നിങ്ങളിരിക്കുന്നത്. ഇന്നങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അപ്പം ഞങ്ങൾ ഇന്നൊരു ഗാർഡനിൽ വന്നതാണേ. ഇതൊരു വൈകുന്നേരമാണേ. കുറച്ച് നേരം ഇവിടെ ചിലവഴിക്കാമെന്ന് ഓർത്തു ഞങ്ങളും മക്കളും ഞാനും കിട്ടിയനും ഒക്കെ ആയിട്ട് വന്നതാണേ. ഞങ്ങളിങ്ങനെ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. നല്ല ചെടികളും മരങ്ങളും ഒക്കെ നല്ലൊരു അന്തരീക്ഷമാണ്. നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു കുളിർമയാണ്. എന്താ പറയുക, നമ്മുടെ ചെടികളൊക്കെ കണ്ടോ. ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയത് കുറച്ച് വൈകിപ്പോയേ. നമ്മൾ 6 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. അപ്പം എല്ലാവരും ഇറങ്ങിത്തുടങ്ങി തിരിച്ചേ. അപ്പം നമ്മൾ വരുമ്പോൾ ഈ ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ. അവരും തിരിച്ചിറങ്ങാനായിട്ട് നിൽക്കുക. അപ്പം നമ്മൾ മാത്രമേ ഉള്ളെന്ന് വേണം പറയാനിപ്പോൾ ഇതിനകത്ത്. അത് ആമ്പൽക്കുളമാണേ. ഞങ്ങളിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വന്നിങ്ങനെ മക്കളെയും കൊണ്ട് വരുമ്പം കുഞ്ഞു മോനൊക്കെ ആണെങ്കിൽ ഓടി കളിക്കാനും ഒക്കെ നല്ലൊരു ഇതാണ്. അവൻ ഇതുവഴി ഓടി കളിച്ചോളും. അങ്ങനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വരാറുണ്ട്. എല്ലാവർക്കും അവധിയുടെയും കെട്ടിയവനൊക്കെ അവധിയുടെയൊക്കെ ഇതൊക്കെ ഓർത്ത് വേണം നമുക്ക് പുറത്തിറങ്ങാൻ. അവധിയൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അവിടെ ഒരു ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ട്. ആ മരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബോർഡൊക്കെ കേട്ടോ. അതൊന്നും പറയാൻ എനിക്കറിയില്ല. അതൊക്കെ എന്താ സംഭവമെന്ന് കണ്ടോ. എപ്പോഴും നല്ല ക്ലീനായിരിക്കും, നീറ്റായിട്ട് കണ്ടോ. അവർ തൂത്ത് വൃത്തിയാക്കി എപ്പോഴും നല്ല ക്ലീനാണ്. നല്ല ക്ലീനായിട്ട് തന്നെ കണ്ടോ. ആ ഡിസൈനൊക്കെ കണ്ട സ്റ്റാർ പോലെ. അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന ഒരു അമ്പലമാണേ, രാമൻ്റെ അമ്പലം ആണേ. അപ്പോൾ നല്ല എന്താ പറയുന്നത്, നല്ലൊരു ഇതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക്. അങ്ങനെ എൻ്റെ മോൻ ഇനി കളിക്കാൻ അവിടെ പോകണോ ഇവിടെ പോകണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കാണ്. അവൻ അവിടെ ഇറങ്ങണം ഇവിടെ ഇറങ്ങണമെന്നുള്ള വാശിയിൽ നിൽക്കുക പുള്ളി. കണ്ടോ ഡിസൈനൊക്കെ കണ്ടോ, മരങ്ങൾ അതൊക്കെ എന്ത് ഭംഗിയായിട്ട് അവർ വെച്ചിരിക്കുന്നുണ്ട്. അവിടെ 2 പട്ടിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട്. 2 പട്ടിക്കുഞ്ഞുങ്ങൾ, പട്ടികളുണ്ട് കുറേ ഇതിനകത്ത്. കുട്ടിപ്പട്ടികൾ കുഞ്ഞു പട്ടികൾ. സോറി, ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയത്തില്ല. നമ്മൾ ശരിക്കും എങ്ങനെയാണ് അതുപോലല്ലേ നമുക്ക് വീഡിയോയുടെ മുമ്പിൽ വന്ന് വേറൊരു രീതിയിൽ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ സാധാരണ എങ്ങനെയാണ് സംസാരിക്കുക ആ രീതിയിലൊക്കെ അല്ലേ നമുക്ക് വരാൻ പറ്റും. ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ. കൂട്ടുകാരൊക്കെ എന്നെ സഹിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. അപ്പം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് വീഡിയോ ഒന്നും ഇപ്പം എപ്പോഴും ഇടാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് ദിവസമായിട്ട് പനിയും ചുമയും ജലദോഷവും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം. നീ പിടിക്കുന്നില്ലേ? ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ വീഡിയോ ഒന്നും ഇപ്പം ഇടാത്തത്. കാരണം സൗണ്ട് കൊടുക്കണമെങ്കിലൊക്കെ ചുമയും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഇതിന് ചുറ്റിനും കണ്ടോ മൊത്തം മരങ്ങളും ഇതൊക്കെയാണ്. അങ്ങനെ ഊഞ്ഞാലാടാൻ പോയി. ഞാൻ പറയുമായിരുന്നു എല്ലാം കൂടെ പൊട്ടി താഴെ വീഴരുതെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. ഞങ്ങളെ 4 പേരെയും കൂടെ ഒന്നിച്ച് നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. എപ്പോഴും എന്നെ എൻ്റെ അടുക്കളയിൽ മാത്രമാണ് കാണാറുള്ളത്. ഇതാണ് എൻ്റെ കുടുംബം. നടന്നാലും തീരത്തില്ല, അത്രമാത്രം ഉണ്ട് നടക്കാൻ ഇതുവഴി. നടക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ചുറ്റിന് 2 റൗണ്ട് നടന്നാൽ മതി. കൊളസ്ട്രോൾ ഉള്ളവർക്കും മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. ഇങ്ങനെ
അങ്ങനെ ഇതിനകത്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് ഞങ്ങൾക്ക് ചേട്ടന് അവധി കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ വരാറുണ്ട്. ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ ഞങ്ങൾ പോയി ഇങ്ങനെ സമയം ചിലവഴിക്കാറുണ്ട്. അതിനിപ്പോൾ നമ്മൾ ടൈമിങ്ങും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അങ്ങനൊന്നുമില്ല നമുക്ക് സമയത്തിൻ്റെ അനുസരിച്ച് നമുക്ക് പോകണമെന്ന് തോന്നിയാൽ നമ്മൾ പോവും. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അത് ആസ്വദിച്ച് അങ്ങനെയൊക്കെ അങ്ങ് മുമ്പോട്ട് പോകും. ഞങ്ങൾ 2 പേരും ആ ഒരു ചിന്താഗതിക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. നമ്മൾ ഉള്ള സമയം സന്തോഷമായിട്ട് പോവുക, പോകാനൊക്കെ പറ്റുന്നിടത്ത് പോവുക, കാണാനൊക്കെ ഉള്ളതൊക്കെ കാണുക, അതൊക്കെയല്ലേ ഉള്ളൂ നമുക്കൊരു സന്തോഷം. ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ പോകാറുണ്ട്. ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ എന്ന് വിചാരിച്ച് നമുക്ക് ഈ ഗുജറാത്ത് മൊത്തത്തിലൊന്നും ചുറ്റി കാണാനോ പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്നിടത്തൊക്കെ നമ്മൾ പോകും. ഇങ്ങനെയൊക്കെ അത് ഇനിയാണേലും മുമ്പോട്ട് അങ്ങനെയൊക്കെ പോവും. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അവൻ്റെ കളിയും അവനിങ്ങനെ അവിടെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. കണ്ടോ ഡിസൈനൊക്കെ കണ്ടോ? മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ എന്ത് ഭംഗിയല്ലേ ഓരോ ഡിസൈൻ. അതും ഒക്കെ നോക്കിക്കേ എന്ത് വൃത്തിയാണ്. മരങ്ങളുടെയൊക്കെ എന്താ പറയുക, ഇലകളോ ഒന്നുമില്ലാതെ തൂത്ത് ക്ലീനാക്കി എപ്പോഴും ഇങ്ങനെ ഇടും. അതിനകത്ത് കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ട്. ഇരുട്ടായതുകൊണ്ട് ശരിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. കണ്ടോ അതൊന്ന് എന്ത് ഭംഗിയാണ്. നമ്മുടെ ഫോൺ അത്ര എൻ്റെ ക്യാമറാമാൻ എൻ്റെ മോനാണ്. നമുക്ക് ശരിക്ക് മൊബൈൽ അനങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കാരണം ശരിക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. നടന്നിട്ടും ഒന്നും തീരുന്നില്ല. ഇങ്ങനെ ചുറ്റും നടന്ന് ഇതിനകത്ത് കയറി ഇറങ്ങി മൊത്തം കണ്ടിറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു. അത്രയും ഇതുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ എന്താ പറയുക, ഇനി ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്കിതിന് ചുറ്റിനുമുള്ള കാഴ്ച കാണാം. നമുക്ക് സോമനാഥ് അമ്പലവും. അപ്പോൾ ഇതിന് പുറകിൽ കടലാണേ. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ നമുക്കതിൻ്റെ മുകളിലോട്ട് കയറിപ്പോവാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മ പതുക്കെ ഒന്ന് പോ, എങ്ങും ചെന്ന് വീഴരുത് എന്നൊക്കെ പറയുക അവനെ. നമ്മളങ്ങനെ മുകളിലെത്തി. കണ്ടോ മുകളിലത്തെ കാഴ്ചയാണ്. കണ്ടോ വനം പോലെയാണ്. കുറച്ച് അതിന് പുറകിലോട്ടായിട്ടാണ് കടൽ. എത്രമാത്രം ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അത്ര ക്ലിയർ അല്ല. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതൊരമ്പലമാണേ. സോമനാഥ് അല്ലാതെ കണ്ടോ നമ്മൾ നടന്ന് വന്ന വഴിയാണ്. നമ്മൾ ഇതിന് ചുറ്റുമാണ് നമ്മൾ ഇത്രയും നേരം നടന്നത്. കണ്ടോ എന്തോരം സ്ഥലമുണ്ടെന്ന് നോക്കിക്കേ. ഈ മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം നടന്ന് മുകളിൽ വന്നത്. അത് ഞാൻ ആ മുമ്പേ കാണിച്ച രാമൻ്റെ അമ്പലം എന്ന് പറഞ്ഞ അമ്പലമാണ് അത് ആ കാണുന്നത്. ചുറ്റിനും ഇവിടെ കുറച്ച് ചുറ്റിനും ഭാഗത്ത് വനം പോലെയായി ഈ ഏരിയ. കടലൊക്കെ എന്തോരം ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ആ കാണുന്നതാണ് സോമനാഥ് അമ്പലം. ലൈറ്റൊക്കെ ഓണായി. ഇരുട്ടി. വൈകുന്നേരം അല്ല, ഇപ്പോൾ ഏകദേശം ഒരു 6:30 മണിയെങ്ങാണ്ടായി. ഇതാണ് സോമനാഥ് അമ്പലം.
അങ്ങനെ ഞാൻ വിളിക്കുമ്പോഴൊന്നും എൻ്റെ മോൻ ക്യാമറയുടെ മുമ്പിൽ വരുന്ന ആളല്ലായിരുന്നു. ഇന്ന് എൻ്റെ മോൻ ക്യാമറയുടെ മുന്നിൽ വന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അയ്യോ അമ്മയുടെ അല്ലേ യൂട്യൂബ് ചാനൽ, എന്നിട്ട് ഞാനാണല്ലോ എന്നെയാണല്ലോ ഇതിനകത്ത് കാണുന്നത്, അമ്മ ഇങ്ങോട്ട് വന്ന് നിൽക്കെന്നും പറഞ്ഞ് എന്നെ വിളിക്കുവാ അവൻ. ഞാൻ പറഞ്ഞില്ലേ സൂം ചെയ്ത് കാണിക്കാമെന്ന്, ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ, ഞാൻ സൂം ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഒട്ടകവും കുതിരയും ആൾക്കാരൊക്കെ. ഒരു ദിവസം അവിടെ പോയിട്ട് ഞാൻ ആ വീഡിയോ എടുക്കാം. അവിടെ പോയി നമുക്ക് വീഡിയോ എടുത്ത് ഞാനൊരു ദിവസം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതാണ് സോമനാഥ് അമ്പലം. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണേ. ഇപ്പം സന്ധ്യയായില്ലേ, ഇറങ്ങിയാണല്ലോ, കണ്ടോ ഇത്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇറങ്ങി താഴെ എത്തി. ഇനി നമ്മൾ ഒരുപാട് സമയം നിൽക്കുന്നില്ല, ഒരുപാട് ഇരുട്ടി, നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ ഇന്ന് വൈകുന്നേരം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. കുറച്ച് സമയം നമ്മൾ ഇനി പോകാനായിട്ട് ഇറങ്ങി നടക്കുവാ. തിരിച്ച് നമ്മൾ ഇറങ്ങി വന്നു. നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്ത് സൈൻ ചെയ്ത് കൊടുക്കണേ, നമ്മുടെ ഫോൺ നമ്പരും പേരും ഒക്കെ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഇറങ്ങാൻ. സാധാരണ നമ്മൾ കയറി വരുമ്പം നമ്മൾ അവിടെ എഴുതി സൈൻ ചെയ്തിട്ടാണ് വരുന്നത് സാധാരണ ഞങ്ങൾ മുമ്പൊക്കെ വരുമ്പോൾ. ഇന്ന് ഞങ്ങൾ കയറി വന്നപ്പോൾ പുള്ളി അവിടെ ഇല്ലായിരുന്നു, ആ സെക്യൂരിറ്റി അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി വരാൻ നേരത്ത് സൈൻ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ്. ഇനി നമുക്ക് പോകാം. അങ്ങനെ ഞാൻ മുമ്പേ കാണിച്ച സോമനാഥ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ അവിടെയാണ്, അവിടെ ആയിട്ടായി വരുന്നത്. അങ്ങനെ നമ്മൾ സോമനാഥ് അതിൻ്റെ ഫ്രണ്ടിലെത്തി, ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി അമ്പലത്തിൻ്റെ. നമുക്ക് ഇന്നെന്തായാലും അമ്പലത്തിൽ നമ്മൾ കയറുന്നില്ല, അമ്പലത്തിൽ ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് എല്ലാവരെയും കാണിക്കാം. അങ്ങനെ കടകളൊക്കെ കണ്ടോ, ഒരുപാട് എന്താ പറയുന്ന മലയല്ല കേട്ടോ, മാല, വള, കമ്മൽ, അങ്ങനെയുള്ള ഐറ്റങ്ങളും ഡ്രസ്സുകളും അങ്ങനെയൊക്കെയുള്ള കടകളാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരും വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.